വർക്കിന് വേണ്ടിയിട്ട് പോകാൻ നേരം ബ്രൈനെ വിളിച്ചപ്പോൾ ബ്രൈൻ്റെ നമ്പർ ഡീആക്ടിവേറ്റ്. പുള്ളിക്കാരത്തിയാണെങ്കിൽ ഓൺലൈനും ഇല്ല, എനിക്കാണെങ്കിൽ ലൊക്കേഷനും അയച്ചു തന്നിട്ടില്ല. എന്ത് ചെയ്യും? എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കാര്യം എനിക്ക് ഈവനിങ് വേറൊരു വർക്കുണ്ട്. അങ്ങനെ പോകുന്ന വഴി ബ്രൈൻ്റെ ഇൻസ്റ്റയിൽ തപ്പി ബ്രൈൻ്റെ ഒരു കൂട്ടുകാരിനെ ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. അങ്ങനെ കൂട്ടുകാരി വിളിച്ചുണർത്തിയാണ് കേട്ടോ എൻ്റെ ബ്രൈഡ് എണീച്ച് എനിക്ക് ലൊക്കേഷൻ ഇട്ട് തന്നത്. ഒറ്റ ശ്വാസത്തിൽ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചൊരു വർക്കായിരുന്നു കേട്ടോ ഇത്. ഇൻ കേസ് എനിക്ക് ആ ഒരു കൂട്ടുകാരുടെ കോൺടാക്ട് കിട്ടിയില്ല, ആ കൂട്ടുകാരി ആ മെസ്സേജ് കണ്ടില്ലാതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? ആ സമയത്ത് ആ കൂട്ടുകാരി എൻ്റെ മൈൻഡിലൊരു മാലാഖയായിരുന്നു കേട്ടോ, ദേവദൂത. തലേ ദിവസത്തെ ഫംഗ്ഷന്റെ ക്ഷീണം കാരണം പുള്ളിക്കാരത്തി കുറച്ച് കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. അതാണ് കേട്ടോ കാര്യം. മിക്ക ബ്രൈഡ്സും പറയുന്നത് പോലെ ആൾക്ക് ലോട്ടസും ആനയും പീക്കോക്കും എല്ലാം വേണമായിരുന്നു കേട്ടോ. എന്റെ ബ്രൈഡിനാണെങ്കിൽ റാറാ വരയ്ക്കൂലേ, നമ്മൾ അതിനെ ഹംസ് എന്ന് പറയും, അത് തീരെ ഇഷ്ടമല്ല കേട്ടോ. അതില്ലാതെ എങ്ങനെ ബ്രൈഡൽ തന്നെ ഞാൻ വരയ്ക്കും? ഹാഫ് ലെങ്ത് അല്ലേ, പെട്ടെന്ന് തീർക്കാന്നും പറഞ്ഞ് പോയതാണ് കേട്ടോ. പക്ഷേ എലമെന്റ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയും തിരിച്ചും വെച്ചപ്പോൾ തന്നെ ടൈം കുറയായി. എന്തായാലും പുള്ളിക്കാരത്തിന്റെ താല്പര്യം പോലത്തെ ഒരു ഡിസൈൻ കിട്ടിയോണ്ട് പുള്ളി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കണ്ട ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടല്ലേ. അടുത്തവർക്ക് പൊരുന്തമണ്ണായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ഞെക്കാടുന്ന ഒറ്റ ബസ് എനിക്ക് കിട്ടിയായിരുന്നു. അമലാപ്പൊളിന് റിയ ആണ് ചന്ദ്രിക റെക്കമെൻഡ് ചെയ്തെങ്കിൽ എന്നെ റെക്കമെൻഡ് ചെയ്തത് ഈ പുള്ളിക്കാരത്തിയാണ് കേട്ടോ. ഇത് ബ്രൈഡിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ഫീറ്റിൽ ഇത്രയും ലെങ്കിൽ ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫൈനൽ ലുക്ക് വന്നപ്പോൾ ബ്രൈഡിനും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗ്രൂം എന്തോ ആവശ്യത്തിന് വേണ്ടി അവിടെ വന്നായിരുന്നു. അങ്ങനെ ഗ്രൂം പറഞ്ഞു കേട്ടോ കൊള്ളാം. ബ്രൈഡിന്റെ അമ്മയ്ക്കും ചെറിയൊരു ഡിസൈൻ ഞാൻ ചെയ്തു കൊടുത്തായിരുന്നേ. രാത്രി 2 മണിയായി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.